പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റീൻസിൻ്റെ 40ാം പിറന്നാളാണ് ഇന്ന്. എത്ര റോമൻ റീൻസിൻ്റെ ആരാധകർ വീഡിയോ കാണുന്നുണ്ട്? അതിൽ എത്ര പേര് റോമൻ റീൻസിൻ്റെ ഒരു ബർത്ത്ഡേ വിഷ് കമൻറ്റ് ബോക്സിൽ നൽകും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ച ചെൽസി ഗ്രീൻ്റെ മത്സരത്തെ സംബന്ധിച്ചാണ്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന ഇന്ന് നടന്ന സ്പെഷ്യൽ എപ്പിസോഡിൽ ചെൽസി ഗ്രീൻ നിലവിലെ വുമൻസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജെലീന വെഗയുടെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്തു. എന്നാൽ ചെൽസി ഗ്രീന് മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചില്ല. പിൻഫോളിലൂടെ ജെലീന വെഗ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൻ്റെ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് മത്സരത്തിന് ഇടയിൽ സംഭവിച്ച വലിയ മിസ്റ്റേക്കിനെ സംബന്ധിച്ചും തുടർന്നുണ്ടായ ചെൽസി ഗ്രീന് സംഭവിച്ച വലിയ ഇഞ്ചുറിയെ സംബന്ധിച്ചുമാണ്. എന്നാൽ മൂക്കുപൊട്ടി ചോര വന്നത് ആ ഒരു അപ്ഡേറ്റിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അത് വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ആയിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. മത്സരത്തിൽ 619 എന്ന് പറയുന്ന ഫിനിഷർ അടിക്കാൻ ജെലീന വെഗ ഓടി വന്ന് ചെയ്യുന്നുണ്ടെങ്കിലും അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ താരത്തിന് സാധിച്ചില്ല. തത്രപ്പാടിൽ പെട്ടെന്ന് ചെയ്തു എന്നുണ്ടെങ്കിലും അത് ചെൽസി ഗ്രീൻ്റെ മൂക്ക് പൊട്ടി ചോര വരുന്ന സിറ്റുവേഷനിലേക്കാണ് നയിച്ചത്. ഈ അവസരത്തിൽ തന്നെയാണ് ജെലീന വെഗ പിൻഫോളിലൂടെ കോഡ്രഡ് എന്ന മൂവ് ഉപയോഗിച്ച് ചെൽസി ഗ്രീനെ പരാജയപ്പെടുത്തുന്നതും. അങ്ങനെ ചെൽസി ഗ്രീനെതിരെ വിജയം നേടിയ ജെലീന വെഗ ആ ഒരു ന്യൂസിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മൂക്ക് പൊട്ടി ചോര വന്ന ചെൽസി ഗ്രീൻ്റെ അപ്ഡേറ്റ് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചെൽസി ഗ്രീൻ പങ്കുവെക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഇഞ്ചുറി പറ്റിയതിനെ സംബന്ധിച്ചും ഇഞ്ചുറി ഉണ്ടായപ്പോൾ തന്നെ പെട്ടെന്ന് പരാജയപ്പെടുത്താൻ വേണ്ടി റഫറി അടക്കം ജെലീന വെഗയുടെ കൂടെ നിന്നു എന്നുള്ള രീതിയിലുള്ള ചില വിവാദങ്ങൾക്ക് താരം ഇപ്പോൾ തിരികൊളുത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു മത്സരം കൂടി ഈ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചെൽസി ഗ്രീന് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരു ഇഞ്ചുറി പറ്റിയതുകൊണ്ട്. ഇഞ്ചുറി സീരിയസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡുകളിലും ചെൽസി ഗ്രീൻ്റെ സെഗ്മെൻറ്റുകളും മത്സരങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ ഇനി വരുന്ന ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ചെൽസി ഗ്രീൻ മത്സരിക്കാൻ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലൊക്കെ ചെൽസി ഗ്രീൻ പഴയ പോലെ സ്റ്റോറി ലൈനിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഡ്രൂ മാക്കിൻഡയറിനെ സംബന്ധിച്ചാണ്. ഡ്രൂ മാക്കിൻഡയറിനെ സംബന്ധിച്ച് ഇന്നത്തെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന ഷോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ സാധിച്ച ഹ്യൂജ് ബ്രേക്കിംഗ് ന്യൂസ്. ഡ്രൂ മാക്കിൻഡയർ ഇനി കുറച്ചധികം മാസത്തേക്ക് WWE നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഡ്രൂ മാക്കിൻഡയറിന് ചെറിയ രീതിയിലുള്ള ഒരു ഇഞ്ചുറി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബാക്ക്ലാഷിലെ ഫേറ്റൽ ഫോർവേ ചാമ്പ്യൻഷിപ്പ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡാമിൻ പ്രീസ്റ്റും ഡ്രൂ മാക്കിൻഡയറും കാണികളുടെ ഇടയിലേക്ക് പോകുന്നതും അവിടെ ഡാമിൻ പ്രീസ്റ്റ് ഒരു ടേബിളിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ഡ്രൂ മാക്കിൻഡയറിനെതിരെ സൗത്ത് ഓഫ് ഹെവൻ എന്ന് പറയുന്ന ആ ഒരു ഫിനിഷർ അടിക്കുന്നുണ്ട്. പക്ഷേ അത് ലാൻഡ് ചെയ്യുന്നത് ഡ്രൂ മാക്കിൻഡയറിൻ്റെ തല മാറ്റിൽ അടിച്ചുകൊണ്ടാണ്. അപ്പോൾ ഫ്ലോറിൽ അടിച്ച ആ ഒരു ഇഞ്ചുറി ഇപ്പോഴും ഡ്രൂ മാക്കിൻഡയറിനെ അലട്ടുന്നുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ ഡ്രൂ മാക്കിൻഡയർ തന്നെ സ്ഥിരീകരിച്ചതാണ്. പ്രസ് കോൺഫറൻസിലും അന്ന് ട്രിപ്പിൾ എച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൂ മാക്കിൻഡയറിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, പക്ഷേ അത് വലിയ സീരിയസ് ഉള്ള ഇഞ്ചുറി ഒന്നും അല്ല എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ ഡാമിൻ പ്രീസ്റ്റ് വിജയിക്കുന്നതിന് മുൻപ് ചെയർ ഉപയോഗിച്ച് ഡ്രൂ മാക്കിൻഡയറിൻ്റെ തലയിൽ അടിക്കുന്ന പോലെയുള്ള ഒരു മൊമെൻറ്റ് കാണിച്ചിട്ടാണ് മത്സരം അവർ ഡാമിൻ പ്രീസ്റ്റിനെ വിജയിപ്പിച്ചിട്ടുള്ളത്. അതായത് സ്റ്റീൽ കേജിൻ്റെ പുറത്തേക്ക് ഡാമിൻ പ്രീസ്റ്റ് വിജയിക്കുന്ന ഒരു മൊമെൻറ്റ് കാണിക്കുന്നത് ഡ്രൂ മാക്കിൻഡയറിനെ ഇത്തരത്തിലുള്ളൊരു ആക്രമണം കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മൊമെൻറ്റ് കാണിക്കാൻ കാരണം ഡ്രൂ മാക്കിൻഡയറിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ്. കൂടാതെ ഡ്രൂ മാക്കിൻഡയർ പേഴ്സണൽ ടൈം ഓഫും ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇഞ്ചുറിയുടെ കാരണം കൊണ്ട് മാത്രമല്ല, വ്യക്തിപരമായി അദ്ദേഹത്തിന് മാറി നിൽക്കാൻ കുറച്ച് സമയം വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടത് കൊണ്ടും ഡ്രൂ മാക്കിൻഡയറിനെ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡാമിൻ പ്രീസ്റ്റ് ചെയർ ഉപയോഗിച്ചുകൊണ്ട് തലക്കടിക്കുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഇഞ്ചുറി ഉള്ളതുപോലെ അവർ ഇനി വരുന്ന വീക്ക്ലി എപ്പിസോഡിൽ അനൗൺസ് ചെയ്യും. തുടർന്ന് ഡ്രൂ മാക്കിൻഡയർ മാറി നിൽക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. PW ഇൻസൈഡറിൻ്റെ റിപ്പോർട്ടിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ന്യൂസ് ലഭിച്ചിട്ടുള്ളത്. ഡ്രൂ മാക്കിൻഡയർ ഇനി തിരികെ വരുമ്പോൾ അതൊരു സർപ്രൈസ് റിട്ടേൺ തന്നെയായിരിക്കും. ഡാമിൻ പ്രീസ്റ്റിനെതിരെ 1-on-1 മത്സരങ്ങൾ ഇപ്പോൾ 1-1 എന്നുള്ളൊരു നിലയിലാണ് നിൽക്കുന്നത്. ഒരു മൂന്നാമത്തെ മത്സരം ഈ ഒരു സ്റ്റോറിയിൽ ഉണ്ടായേക്കും. ഡ്രൂ മാക്കിൻഡയറിന് വിജയസാധ്യതയുള്ളതാണ്, പക്ഷേ അത് എന്ന് നടക്കുമെന്നുള്ളത് ഇപ്പോൾ ഒരു ചോദ്യമായി മാറിയിട്ടുണ്ട്. ഡ്രൂ മാക്കിൻഡയർ എന്തായാലും കുറച്ച് മാസങ്ങൾക്ക് ശേഷം തിരികെ വരും എന്നുള്ളതും ഉറപ്പായിട്ടുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലെ വമ്പൻ സർപ്രൈസിനെ സംബന്ധിച്ചാണ്. സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനിലേക്ക് ബ്രോൺസൺ റീഡും കൂടി ജോയിൻ ചെയ്ത ആ ഒരു മൊമെൻറ്റ് കാണിച്ചപ്പോൾ
സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈൻ ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത്, അതിലേക്ക് സൂപ്പർ താരമായ റോമൻ റീൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, റോമൻ്റെ തിരിച്ചുവരവ് നമുക്കിനി എന്ന് കാണാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത്. സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനിലേക്ക് ബ്രോൺസൺ റീഡും കൂടി വരുന്ന ഒരു തീരുമാനം എടുത്തത് 2 ആഴ്ചകൾക്ക് മുൻപാണെന്നാണ് ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. റസൽമീനിയ 41 കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്രോൺ ബ്രേക്കർ കൂടി സെത്ത് റോളിൻസ്, പോൾ ഹേമൻ തുടങ്ങിയവരുടെ കൂടെ ചേർന്നപ്പോൾ ലഭിച്ച ഒരു അപ്ഡേറ്റ്. ഇനി പുതിയൊരു മെമ്പറിനെ ആഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്നാൽ ബ്രോൺസൺ റീഡിനെയും കൂടി ആഡ് ചെയ്തപ്പോൾ അതൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. കാരണം മറ്റൊരു പുതിയൊരു മെമ്പറിനെ ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പ്രഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും പുതിയൊരു മെമ്പറും കൂടി വരും, അത്തരത്തിലുള്ളൊരു എൻഡിങ് ആയിരിക്കും അവർ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിന് കൊടുക്കുക എന്നുള്ളത്. 3 ഓപ്ഷൻസ് ആണ് പ്രഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്ന് റോമൻ്റെ തിരിച്ചുവരവ്, അത് നമുക്ക് കാണാൻ സാധിച്ചില്ല. രണ്ടാമത്തേത് സാമിയുടെ ഹീൽ ടേൺ, അത് നമുക്ക് കാണാൻ സാധിച്ചില്ല. മൂന്നാമത്തേത്, അതായത് മൂന്നാമത്തെ ഒരു മെമ്പർ ആയിക്കൊണ്ട് ഒരു റെസ്ലർ വരും, എന്നിട്ട് സെത്തിൻ്റെ ടീം വിജയിക്കും എന്നുള്ളത്, അതായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ റോമൻ റീൻസ് തിരികെ വരാതിരുന്നതിൻ്റെ കാരണം റോമൻ റീൻസിനെ റിട്ടേൺ ചെയ്യിപ്പിക്കാനുള്ള പദ്ധതികൾ അവർ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു റോ എപ്പിസോഡിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൽ തിരികെ കൊണ്ടുവരാമെന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി അവർ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള റോ എപ്പിസോഡിലോ റോമൻ്റെ തിരിച്ചുവരവ് നടത്താനാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. കാരണം സമ്മർ സ്ലാമിൽ റോമൻ റീൻസിന് മത്സരം ഉണ്ടായേക്കും. അപ്പോൾ സമ്മർ സ്ലാമിൽ റോമൻ റീൻസിന് മത്സരം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ഈ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടത്തിയാലാണ് സ്റ്റോറി കൃത്യമായിട്ട് അവർക്ക് ബിൽഡ് ചെയ്യാനുള്ള ഒരു സമയം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ഒരു സ്റ്റോറി അപ്ഡേറ്റ്, ഇന്നത്തെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് ഷോയിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സുനാമി എന്ന് പറയുന്ന ഫിനിഷർ അടിച്ച് ബ്രോൺസൺ റീഡ് CM പങ്കിനെ ആക്രമിച്ചു. ചിലപ്പോൾ 1-2 റോ എപ്പിസോഡിൽ നിന്ന് CM പങ്കിനെ മാറ്റി നിർത്താനും സാധ്യതയുണ്ട്. സാമി സൈന് എതിരെ മാത്രം ഈ ഒരു ഫാക്ഷൻ ആക്രമണം നടത്തിയിട്ടുള്ള സ്റ്റോറി കാണിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഇവർക്ക് ഈ ഒരു സ്റ്റോറി മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് വരെ എത്തിക്കാൻ സാധിക്കും. മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിന് ഇനി 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനുശേഷം റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവ്, പിന്നീട് റോമൻ പങ്ക് വേണമെങ്കിൽ സാമിയെയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 6 മാൻ ടാഗ് ടീം മത്സരം എന്നുള്ള ഒരു രീതിയിലേക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ റോമനും സെത്തും തമ്മിലുള്ള ഒരു സ്റ്റോറി എന്നുള്ള ഒരു രീതിയിലേക്ക് അവർക്ക് ബിൽഡ് ചെയ്യാനും സാധിക്കും. ഇതിനിടയിൽ പങ്കിൻ്റെ റോൾ എന്ത് എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. അതാണ് ഈ ഒരു സ്റ്റോറി ലൈനിൽ ക്യൂരിയോസിറ്റിയും ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുള്ള ലെവലാക്കി നിർത്തുന്നത്. എന്തായാലും റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവ് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള റോ എപ്പിസോഡ്, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നടക്കുമെന്നുള്ളത് 101% ഉറപ്പായിട്ടുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. വീഡിയോ സംബന്ധിച്ചും ഇന്നത്തെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന ഷോയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.